മെഡിറ്ററേനിയൻ്റെ ഹൃദയഭാഗത്തേക്കുള്ള പ്രധാന കവടമായ സിവിറ്റാവേഷ്യ തുറമുഖം ക്രൂയിസുകളിലും ഫെറികളിലും യാത്ര ചെയ്യുന്ന എണ്ണമറ്റ യാത്രക്കാർക്ക് ഉള്ളൊരു വാതിലാണ്. ഇറ്റലിയിലെ തീരദേശ പ്രദേശമായ സിവിറ്റാവേഷ്യയിൽ നിന്നാണ് നമ്മളുടെ റോമിലെ വത്തിക്കാൻ സിറ്റിയിലേക്കുള്ള ഈ യാത്ര തുടരുന്നത്. ഏകദേശം സിവിറ്റാവേഷ്യയിൽ നിന്ന് 70 കിലോമീറ്റർ മാറിയാണ് റോം അഥവാ ഇറ്റാലിയൻസിൻ്റെ റോമ സ്ഥിതി ചെയ്യുന്നത്. ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് റോമിൽ നിന്നുണ്ട്. ഇന്നത്തെ വ്ളോഗ് വളരെ സ്പെഷ്യലാണ്. അതായത് വത്തിക്കാൻ എന്നാണ് നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ എന്താ പറയുക എല്ലാവരുടെ മുന്നിൽ നമ്മൾ ഇന്ന് എത്തിക്കണത്. ഒരു രക്ഷയില്ലാത്ത ബിൽഡിങ്സും ആർക്കിടെക്ചർ സ്റ്റൈലുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഞങ്ങൾ ഒരു ടീമായിട്ട് വന്നത്, കാരണം ഞങ്ങൾ വന്നത് ഏകദേശം 1 hour ട്രാവൽ ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ കാണിച്ചത്. പിന്നെ എൻ്റെ കൂടെ വിഷ്ണോട്ട് ഇവിടെയുണ്ട്, പിന്നെ കുറച്ച് പിള്ളേർ, നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. St. Peter, no? The Basilica of St. Peter. The St. Peter Basilica. Where stayed the Pope. Pope is staying in Vatican. Yes. Go out only when stay out of the country, or when in summer for 1 month in August. We go outside of Rome. The Roman Castle in Castel Gandolfo. Now he is in Vatican. Stay Rome. Stay the Vatican. Yes. Tomorrow, speaking at the window, 12 o'clock, Sunday, not Saturday. Every Sunday at 12 o'clock, speak at the window for the angels, for the benediction. We can see the window where he stands. Sorry? We can see the window. Yes, yeah, sure. We're staying in the square of St. Peter. On front is the palace where living the Pope. There is a window. We're speaking. On left, there is the Basilica. Okay? ഇറ്റലിയിലെ റോമിനാൽ ചുറ്റപ്പെട്ട ഒരു നഗര സംസ്ഥാനമായ വത്തിക്കാൻ സിറ്റി റോമൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമാണ്. പോപ്പിൻ്റെയും ഐക്കണിക് കലയുടെയും വാസ്തുവിദ്യയുടെയും ഒരു ശേഖരത്തിൻ്റെയും ആസ്ഥാനമാണിത്. വത്തിക്കാൻ മ്യൂസിയങ്ങളിൽ പ്രശസ്തമായ ലാവാക്കൂണും അദ്ദേഹത്തിൻ്റെ പോലുള്ള പുരാതന റോമൻ ശില്പങ്ങളും റാഫേൽ മുറികളിലെ നവോത്ഥാന ഫ്രസ്കോകളും മൈക്കലാഞ്ചലോയുടെ സീലിങ്ങിന് പേരുകേട്ട സിസ്റ്റൈൻ ചാപ്പലുമുണ്ട്. നമ്മളിങ്ങനെ റോമിൽ എത്തിരിക്കുകയാണ് കേട്ടോ, ഇറ്റലിയിലെ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കാര്യങ്ങളൊക്കെ കാഴ്ചകളും ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരുന്നു. ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ആണ്. ഇവിടെ ഒരാൾ ഗിറ്റാറൊക്കെ വായിക്കേണ്ടത് സൈഡാണ്. ഇത് ഈ സ്ഥലം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും, ലോകത്തിൽ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. ക്രിസ്തുമത വിശ്വാസികളുടെ എന്താ പറയുക വളരെയേറെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ലോകമെമ്പാടും എന്താ പറയുക ആർക്കും അങ്ങനെ വത്തിക്കാൻ സിറ്റിയെ കുറിച്ച് റോമിനെ കുറിച്ചൊന്നും അറിയാത്തവരുണ്ടാവില്ല ഈ ലോകത്ത്. വളരെ സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. ഇവിടെയുള്ള കാഴ്ചകൾ വളരെ ഭംഗിയുള്ള. ഇവിടെ സുവന്യറിന്റെ ചെറിയ ഷോപ്പുകൾ കാണാം. ഇവിടെ ഇതാണ് വളരെ സെക്യൂരിറ്റി അലേർട്ടുള്ള ഏരിയ ഉണ്ട് ഇതൊക്കെ. ഇവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് ഇതൊക്കെ. ഒരുപാട് ജനത്തിരക്കാണ്ടോ ഇതിന്റെ ഉള്ളിൽ കയറാൻ. വളരെ സെക്യൂരിറ്റി വന്നിട്ടോ. ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ടോ. ഇവിടെ നല്ല തിരക്കുണ്ടോ, ഒരുപാട് ജനക്കൂട്ടമുണ്ട്. അതുകൊണ്ട് ഇവിടെ ക്യൂവിലൊക്കെ നിന്നിട്ട് വേണം നമുക്ക് കയറി പോകാനായിട്ട്. ഇവിടെ ഞങ്ങളിപ്പോൾ ക്യൂവിൽ നിൽക്കണം. നല്ല വെയിലുണ്ട്. പക്ഷെ ഇവിടെ ഫ്രീ ആയിട്ട് സോഡയൊക്കെ എടുക്കുന്നുണ്ട് ആ സൈഡുള്ള പോലീസുകാർ. പിന്നെ ഇവരെ വണ്ടി ഉണ്ടോ പോലീസിന്റെ, ഡിസ്കവർ ചെയ്യണം അവരെ സെക്യൂരിറ്റിയുടെ വണ്ടി കേട്ടോ.
ഇതൊക്കെ ഹൈ ലെവൽ സെക്യൂരിറ്റി നോക്കുന്നുണ്ട്. അത്രയും എന്താ പറയാ, ലോകത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന സ്ഥലമല്ലേ ഇതൊക്കെ. നമ്മളങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കണ്ടോ ഒരുപാട് ജനത്തിരക്കുണ്ട്. ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ആളുകൾ ഇവിടെ തിങ്ങി നിറഞ്ഞ് നിൽക്കണ്ടെന്നുള്ളത്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ടോ സെൻട്രല്. വളരെ എന്താ പറയാ, ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു സ്ഥലമല്ലേ ഇത്. ഞാൻ ആദ്യമായിട്ടാണോ വത്തിക്കാൻ സിറ്റി വരുന്ന, സത്യം പറഞ്ഞാൽ. ഇവിടെ മാർപ്പാപ്പ വരാൻ വേണ്ടി, മാർപ്പാപ്പ എല്ലാവർക്കും അറിയും, മാർപ്പാപ്പ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ ഒരുപാട് സെക്യൂരിറ്റി ആളായിട്ടുണ്ട് ഇപ്പം. അത് ഒരുപാട് സെക്യൂരിറ്റീസ് അവിടെ നിൽക്കുന്നുണ്ട്. പുള്ളി 12 മണിക്ക് എങ്ങാണ്ടാണ് അവിടെ വരിക. പക്ഷെ നമുക്ക് എന്താ പറയാ, കാണാൻ അത്ര എളുപ്പമില്ല. ഇവിടെ അത്രയും ക്യൂ ഉണ്ട്, അത്രയും തിരക്കുണ്ട് ഇതിന്റെ മുന്നിൽ. പുള്ളിയെ കാണാൻ വേണ്ടിയാണ് ഇവിടെ എന്റെ മുന്നിൽ ഇത്രയും ജനക്കൂട്ടം ഇവിടെ തിങ്ങി പാർത്തിരിക്കുന്നത്. ഇവിടെ എല്ലാവരും മാർപ്പാപ്പ കാണാനുള്ള കാത്തിരിപ്പിനുണ്ട്. കൈയൊക്കെ കാണിക്കുന്നു. എനിക്ക് പുള്ളി വരാനുള്ള സമയം അതാണ് എല്ലാവരും കൈ തുടങ്ങിയിരിക്കുന്നത്. അതായത് മാർപ്പാപ്പയിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കറങ്ങി എല്ലാവരെയും അഭിസംബോധന ചെയ്ത ശേഷം പുള്ളി ഞാൻ കാണിച്ചു തന്നില്ല, സൂം ചെയ്ത് കാണിച്ചു തന്നില്ല, ആ സ്ഥലത്ത് കയറിയിരിക്കും. അവിടെ ഒരു ചെയറിട്ടുണ്ട്, അവിടെ കയറിയിരുന്നോ എല്ലാവരെയും അഭിസംബോധന ചെയ്തു. അവിടെ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചത്. ഇവിടുത്തെ സെക്യൂരിറ്റി ഉണ്ട്, ഇതൊക്കെ ഒരു വേഷവിധാനങ്ങളുണ്ട്. പലർക്കും പല വസ്ത്രധാരണ രീതിയിലുണ്ട് സെക്യൂരിറ്റീസിന്. അവിടെ കണ്ടതുകൊണ്ട് അവിടെ കണ്ടുപിടിക്കുന്നത് അവര് യൂണിഫോം വളരെ വ്യത്യസ്തമാണ്. ഇവിടെ വലിയൊരു സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ലോങ്ങിന്റെ കണ്ട് ഈ ക്യാമറയിൽ നമുക്ക് അത്രയും ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാൻ ഈ പുള്ളി വരുമ്പോൾ ഈ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ആളുകളാണ് ഇവിടെ സത്യം പറഞ്ഞ കാത്തിരിക്കുന്നത്. ഇതാണോ ഇവിടെ അവിടെ ഒരു ചെയറാക്കിയിട്ടുണ്ട്. ഇവിടെ കയറിയിരിക്കുമ്പോൾ ഇവിടെ ചുറ്റും നിൽക്കണവരെ ഈ സെക്യൂരിറ്റീസിനോട് അതിന്റെ ചോദ്യങ്ങൾ, ഓരോ സംശയങ്ങളുണ്ടാവും. അത് ചോദിക്കുമ്പോൾ എത്ര മാന്യതയുണ്ടാവില്ല അതിന് സത്യം പറഞ്ഞാൽ അവർക്ക് ഉത്തരം കൊടുക്കണം. പുള്ളി എപ്പോൾ വരും, പിന്നെ അതുകൂടാതെ എത്ര നേരം ഉണ്ടാവും, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഭയങ്കര മാന്യതയോടെയാണ് അവർ ഉത്തരം കൊടുക്കുന്നത്. ഞാനിവിടെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. എല്ലാവരും കാത്തു നിൽക്കണം. നല്ല വെയിലുണ്ട്, പക്ഷെ അതുപോലും കണക്കാക്കാതെയാണ് എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ക്യാമറയിലും കാണാൻ പറ്റുന്നുണ്ടോ, അതായത് ഇവിടെ ഒരു TV, വലിയ TV ഇവിടെ കണ്ടോ, ചെറിയ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ പുള്ളി വന്നാലും. गाड़ी पर പുള്ളി വന്നോട്ടോ. ഞാനിപ്പോ വീഡിയോയിൽ കാണിച്ചാൽ ഈ വഴി എന്റെ മുന്നിൽ കൂടെ വരും. ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ബഹളം വെച്ച് തുടങ്ങി. നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. പുള്ളി വണ്ടിയിലാണ് ഇവിടുന്ന് പാസ് ചെയ്യും. വഴിയുള്ളത് ആദ്യമായിട്ട് നമ്മളെ കാണാൻ പോകട്ടോ മാർപ്പാപ്പ. Come on!
ഞങ്ങളങ്ങനെ ആദ്യമായിട്ട് മാർപ്പാപ്പയെ കണ്ടിരിക്കുകയാണോ. വളരെ എന്താ പറയുക സന്തോഷകരമായ നിമിഷമാണോ ഇത് സത്യം പറഞ്ഞാൽ. ഒരു അല്ലേ ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും അധിപനായ ഒരു പുള്ളി, എങ്ങനെ ഞാൻ പറയണ്ട, ഒരു നേതാവെന്നൊക്കെ പറയാം. അങ്ങനെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരാളല്ലേ പുള്ളി. ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ, നമ്മൾ ടി വിയിലും ന്യൂസിലൊക്കെ ഇതുവരെ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു അടിപൊളി നിമിഷമായിരുന്നു സത്യം പറഞ്ഞാൽ. Sì, allora, വന്ന് ഈ വെയിലത്ത് നിന്നതിന് സത്യം പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ലാഭം ഉണ്ടായിട്ടോ. പുള്ളിയെ കാണാൻ പറ്റുമല്ലോ. കാരണം സമയം അടുത്തുകൊണ്ടിരിക്കുന്നതോടെ ഞങ്ങൾക്കിവിടെ ടെൻഷനായിരുന്നു സത്യം പറഞ്ഞാൽ ആളെ കാണാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ കണ്ടോ ഒരുപാട് തിരക്കാണ് ഇവിടെയൊക്കെ. എല്ലാവരും ഈ വെയിലത്ത് ഇത്ര നേരം കഷ്ടപ്പെട്ട് കയറുന്നു സത്യം പറഞ്ഞാൽ. അവിടെ വെളിയിൽ വെള്ളമൊക്കെ കൊടുക്കണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ പോലീസുകാരൊക്കെ. എന്തായാലേ നല്ല എന്താ പറയുക, ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമുണ്ടോ വത്തിക്കാൻ സിറ്റി റോമിൽ. കയറി ഇരിക്കേണ്ട കേട്ടോ. അവിടെ വന്ന് ഇരിക്കുന്നത്, അതാ അവിടെ ഇരിക്കുന്നത്. ഞാൻ സ്ക്രീനിൽ കാണിച്ചു കേട്ടോ. ഇവിടെ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല. പുള്ളിയാണ് കേട്ടോ സംസാരിക്കണം. Santo Padre, grazie per questa opportunità che ci viene concessa di giuridiche e docenti universitari, notai, mi accompagnano il personale amministrativo dei tribunali e delle università, unitamente ai familiari che non hanno voluto mancare a questo appuntamento. Sono intervenuti numerosi anche dalle varie associazioni nazionali e internazionali, quali le unioni giuristi cattolici e i centri di cultura giuridica e sociale. In una parola, quanti hanno a cuore l'amore per la giustizia. ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോകണേ. ഇവിടെയുള്ള വഴിയുള്ള കാഴ്ചകളും സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കാണിച്ചത് ഇതായിരുന്നു ഇന്നത്തെ പ്രധാന കണ്ടന്റ്. സത്യം പറഞ്ഞ വളരെ എന്താ പറയുക പ്രത്യേകതയുള്ള ദിവസമായിരുന്നു ഇന്ന് സത്യം പറഞ്ഞ. എന്തോ ഒരു നമുക്കൊരു കോരിത്തെരിപ്പ് ഉണ്ടാവില്ലേ നമുക്ക് ഈ ഒരു നിമിഷങ്ങളിലേക്ക്. അത്രയും ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ, അതും എങ്ങനെയാ പറയുക ക്രിസ്തുമതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരാളെ നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞത് വളരെ ഒരു അഭിമാന നിമിഷമുണ്ട്. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് വളരെ സെക്യൂരിറ്റി, എന്താ പറയുക അത്രയും ഹൈ സെക്യൂരിറ്റിയാണ് ഇവിടെ ഇപ്പോൾ. സൈഡൊക്കെ ഒരു റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, കഫേസ് ഓപ്പൺ തിരക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഇനി ചിലപ്പോൾ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് ആ സ്പീച്ച് മാർപ്പാപ്പയുടെ സ്പീച്ച് എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഇവിടെ തിരിച്ചു വരുമ്പോഴായിരിക്കും ഇവിടെയൊക്കെ തിരക്ക് തുടങ്ങണം ഈ സൈഡൊക്കെ. ഇതാണ് കേട്ടോ വത്തിക്കാൻ സിറ്റി. വത്തിക്കാൻ സിറ്റിയുടെ മെയിൻ ഹൈലൈറ്റ് മാർപ്പാപ്പ ഇതാണല്ലോ. ഇവിടെ കുറേ ഇവിടെ കണ്ടോ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ. പല രാജ്യത്തു നിന്നാണ് ഇവിടെ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ കണ്ട ജനത്തിരക്ക് പല എന്താ പറയാ ഈ ലോകമെമ്പാടും അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് സത്യം പറഞ്ഞ മാർപ്പാപ്പയെ കാണാനായിട്ട്. ശനി ഞായർ മാത്രമേ നമുക്ക് ഈ ഒരു എന്താ പറയാ മാർപ്പാപ്പ ഇങ്ങനെ വണ്ടിയിൽ വന്ന് ഇവിടെ ഇങ്ങനെ കറങ്ങി ആളുകളെ അഭിസംബോധന ചെയ്യണ ഒരു ചടങ്ങ് സത്യം പറഞ്ഞാൽ ശനി ഞായർ മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞു കേട്ടത്. എന്തായാലും ഇന്ന് വന്ന ആ ദിവസം നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല അത് കാണാനായിട്ട്. വളരെയേറെ എന്താ പറയാ അത്രയും അഭിമാന ഒരു നിമിഷമായിരുന്നു സത്യം പറഞ്ഞത്. ഇനി എന്തായാലും വരും. ഇനി ഇവിടെ വരുമ്പോൾ എന്തായാലും വത്തിക്കാൻ സിറ്റി സാറ്റർഡേ സൺഡേസിൽ ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഇനിയും കാണാനായിട്ട് വരും. നമ്മൾ ഈ 2 സോനിയർ വാങ്ങിയിരിക്കണം മാർപ്പാപ്പയുടെ. പിന്നെ റോമയുടെ ഒന്നുണ്ട് ഇവിടെ വന്നിട്ട് വത്തിക്കാൻ സിറ്റിയിൽ വന്നിട്ടേ
റോമിൻ്റെയും മാർപ്പാപ്പയുടെ ഒരു സോനിയർ വാങ്ങിയിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ അത് മോശമാണ്. ഞാനങ്ങനെ 2 എണ്ണം വാങ്ങിയിട്ടാണ്. അത് പിന്നീട് വീട്ടിൽ നമ്മളെന്താ പറയുക ചുമരിലൊക്കെ ഫിക്സ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. കുറേ കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റും കുറേ രാജ്യങ്ങളുടെയൊക്കെ. അപ്പോൾ അത് ഞാൻ എന്തായാലും ചെയ്യണ്ടോ. പുതിയ വീടൊക്കെ സെറ്റാകുമ്പോൾ ഞാൻ ചുമരിൽ നല്ലൊരു കളക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയുണ്ട് ഇവിടെയുള്ള കാഴ്ചകൾ. എന്തായാലും ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകണം, ഇറങ്ങുകയാണ് എന്തായാലും.